വീണ്ടും മലപ്പുറത്തേക്ക് പോവുകയാണ്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഉണ്ടായ തീപിടുത്തം, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. കോഡൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഫയർ എഞ്ചിനിലെ വെള്ളം ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ള ശ്രമമാണുള്ളത്. അഷ്കർ വിവരങ്ങളുമായി. അഷ്കർ, വെള്ളം തീർന്നു പോയോ? സ്മൃതി, ഇവിടേക്ക് വലിയ ഗതാഗത തടസ്സമുള്ള ഒരു മേഖലയാണ്. കാരണം ഇടുങ്ങിയ വഴികൾ മാത്രമാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഫയർ എഞ്ചിൻ ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ചെറിയ ഫയർ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ അതിലെ വെള്ളം ഇപ്പോൾ തീരുകയും ഇതിന് തൊട്ടടുത്ത് തന്നെ തീപിടുത്തമുണ്ടായ മാലിന്യ സംഭരണ കേന്ദ്രം എന്ന് പറയുന്നത് ഈ കടലുണ്ടി പുഴയുടെ തീരത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അത് മാലിന്യങ്ങൾ, ഇവിടെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുമുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ഉപകരണങ്ങളൊക്കെ തന്നെ നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. മാത്രമല്ല ഈ ഗോഡൗൺ നിറയെ തന്നെ വലിയ തോതിൽ മാലിന്യം സംഭരിച്ചു വെച്ചിരുന്നു. മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. ഈ കൂമ്പാരങ്ങളൊക്കെ തന്നെ നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കെട്ടിടത്തിൻ്റെ ജനാലകളും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നു. പുറം ഭാഗത്ത് തൊട്ടടുത്ത പ്രദേശത്തെ വീടുകളിലേക്കും മരങ്ങളിലേക്കും പടർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത്, ഈ മാലിന്യ സംഭരണ കേന്ദ്രത്തിനകത്ത് വലിയ തോതിൽ ഇപ്പോഴും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം തന്നെയുള്ളത്. വലിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ അകത്ത് കാണാൻ കഴിയുന്ന വലിയൊരു മാലിന്യത്തിൻ്റെ കൂമ്പാരം നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ്. വലിയ തോതിലുള്ള തീപിടുത്തം എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ തന്നെ വലിയ തോതിൽ നിന്ന് കത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഒരു തരത്തിലും അതിൻ്റെ അകത്തുള്ള തീപിടുത്തം അണയ്ക്കാൻ ഒരു ഘട്ടത്തിന് സാധിച്ചില്ല. പുറത്ത് മറ്റിടങ്ങളിലേക്ക് പടരുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ജലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ തീ അണയ്ക്കാൻ സാധിക്കുള്ളൂ. ഈ തൊട്ടടുത്ത് പുഴ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വലിയൊരു ആശ്വാസമായത്. അതിൽ നിന്നും പമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. എന്തായാലും കോഡൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് ഏകദേശം 40 മിനിറ്റ് മുമ്പ് ഇത്തരത്തിൽ തീപിടുത്തം ആരംഭിക്കുന്നത്. ആ സമയത്ത് 8ഓളം ഹരിതകർമ്മ സേനയുടെ വളണ്ടിയർമാർ അതിൽ പ്രവർത്തിക്കുന്നവർ ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. ആ സമയത്താണ് ഇവർ ഇത്തരത്തിൽ ശബ്ദം കേൾക്കുകയും പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ആ സമയത്ത് ഹരിതകർമ്മ സേന അംഗങ്ങൾ പറയുന്നതനുസരിച്ച് ഈ കെട്ടിടത്തിൻ്റെ പുറം ഭാഗത്ത് നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ചതിൻ്റെ പുറം ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ തീപിടുത്തം ആരംഭിച്ചതെന്നാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ആരംഭിച്ച തീപിടുത്തം പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ മാലിന്യ കൂമ്പാരത്തിൽ പിടിക്കുകയായിരുന്നു. പിന്നീട് വലിയ തോതിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു ഇരുനില കെട്ടിടമാണ്. ഈ ഇരുനില കെട്ടിടം പൂർണ്ണമായും കത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ മുകൾ ഭാഗമടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ തോതിൽ ശക്തമായ പുകയും ഈ പ്രദേശത്താകെ തിങ്ങി നിറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. ഇപ്പോൾ ഇതിന് ചുറ്റുവട്ടത്ത് കൂടുതൽ കെട്ടിടങ്ങളുണ്ടോ? തീ പടരാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? സ്മൃതി, നിലവിൽ അത്തരം ആശങ്കകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കടലുണ്ടി പുഴയാണ്. നൂറാടി പാലത്തിന് സമീപത്താണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് പുഴയായതുകൊണ്ട് തന്നെ ആശങ്കയില്ല. മറുഭാഗത്ത് അതിൻ്റെ പിറകു വശത്താണ് വീടുകളും അതുപോലെ തന്നെ വലിയ തോട്ടങ്ങളും ഉള്ളത്. എന്നാൽ അവിടേക്ക് പടരുന്ന തീ ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ അടക്കം തീ അടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിറകു വശത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വീടുകളിലേക്ക് പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആ ഭാഗത്ത് തീ ഇപ്പോൾ ഒരു പരിധിവരെ അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കെട്ടിടത്തിൻ്റെ അകത്തുള്ള തീയാണ് ഇപ്പോഴും നിയന്ത്രണ വിധേയമാകാത്തൊരു സാഹചര്യമുള്ളത്. മാത്രമല്ല കെട്ടിടവും അതിനകത്തുള്ള ഉപകരണങ്ങളും ഈ ശേഖരിച്ചിരുന്ന മാലിന്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലപ്പുറത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം വലിയ സേനാംഗങ്ങൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ വലിയ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ മാലിന്യ കൂമ്പാരത്തിലുള്ള ഈ തീപിടുത്തം അത് ശമിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. എന്നാൽ ഒരു വലിയ ഫയർ എഞ്ചിനുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയാത്തതും വലിയ ഒരു തിരിച്ചടിയാണ്. ഇടുങ്ങിയ വഴിയായതുകൊണ്ട് തന്നെ വലിയ തോതിൽ എത്തിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രതിസന്ധി ആദ്യഘട്ടത്തിൽ തന്നെ ഈ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് തീയണയ്ക്കാനുള്ള ശ്രമം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് പുഴയുണ്ടോ?
ഒരു ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ ഒരു 2-3 മീറ്റർ വ്യത്യാസത്തിൽ തന്നെയുള്ള പുഴയുണ്ട്. അത്രയും ചേർന്ന് പുഴയുടെ തീരത്താണ് ഈ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പുഴ കുറച്ച് താഴത്താണ്, ഈ ഭാഗത്ത് ഉയർത്തി കെട്ടിയ ഒരു പ്രദേശം കൂടിയാണ്. അത്തരത്തിൽ കൃത്യമായ ഒരു മതിൽ കെട്ടി ഉയർത്തിയ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇരുന്ന കെട്ടിടത്തിലായിട്ട്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്. അവിടെ നിന്നും പൈപ്പുകൾ ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ജോയിൻ ചെയ്ത പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ അതിൽ നിന്നും പമ്പ് ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് പുരോഗമിക്കുന്നത്. കാരണം വലിയ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിസന്ധിയാണ് പ്രധാനമായുള്ളത്. അതുകൊണ്ട് ചെറിയ ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് ആദ്യമായിട്ട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും അതിലെ വെള്ളം കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് പുഴയിൽ നിന്നും വെള്ളമെടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുകയും അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ പുറം ഭാഗത്തുള്ളത് പിൻവശത്ത് വീടുകളുള്ള ഭാഗത്തേക്ക് ആ ഭാഗത്ത് തീ ആദ്യഘട്ടത്തിൽ നമുക്ക് അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നു. അത് വലിയൊരു ആശ്വാസകരം തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്തു നിന്ന് വലിയ തോതിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദങ്ങൾ, തുടർച്ചയായി പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ വരികയും അത്തരം ശബ്ദങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇനി ആശങ്കകൾ ഒഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ നിൽക്കുമ്പോൾ പോലും അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല ഇതിനകത്തുള്ള വിലപിടിപ്പുള്ള ഉപകരണങ്ങളുണ്ടായിരുന്നു. മാലിന്യം വേർതിരിക്കുന്നതിനും സംഭരിക്കുന്നതിനും സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുണ്ടായിരുന്നു. ആ ഉപകരണങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഈ ഇരുനില കെട്ടിടത്തിന് മുമ്പിൽ വലിയൊരു ആസ്പെറ്റോസ് ഷീറ്റിട്ട് അതിന് മുമ്പിലായിരുന്നു പിന്നീട് കുറേ മാലിന്യം സൂക്ഷിച്ചിരുന്നത്. ആ മാലിന്യം ഇപ്പോൾ പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായും കത്തി തീരേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ തോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള വലിയ മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് വളരെ വേഗത്തിൽ അണയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് മൂലമുള്ള പ്രതിസന്ധി വലിയ തോതിലുണ്ട്. പ്രദേശത്ത് വലിയ തോതിൽ പുക ഇപ്പോഴും ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മുൻഭാഗത്ത് പുഴയോട് ചേർന്ന ഭാഗത്തെയാണ് ഇപ്പോഴും തീ തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിനകത്തുള്ള പ്രദേശത്തെ തീയും വലിയ തോതിൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്നാൽ മറുഭാഗത്ത് കെട്ടിടത്തിൻ്റെ പുറകു വശത്തുള്ളത് തീ പൂർണ്ണമായും അണയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാണുന്നതാണ് ഈ മാലിന്യ സംഭരണ കേന്ദ്രം. ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഈ താഴത്ത് തന്നെ നമുക്ക് ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് പുഴയിൽ നിന്നും അത്തരത്തിൽ പമ്പ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തീ അണക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ഇത്രയും അടുത്താണ് പുഴയുള്ളത്. അത് പക്ഷേ ഒരു വലിയ അനുഗ്രഹമായി ഈ മാറി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. തന്നെ വേണം മനസ്സിലാക്കാൻ. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ അഷ്കർ കാണിച്ചു തരുന്നത്.